ഓങ്കാരമായ പൊരുൾ മൂന്നായി പിരിഞ്ഞുടനെ ആങ്കാരമായതിന് താൻ തന്നെ സാക്ഷിയത്. ചൊല്ലാറുണ്ടോ? മക്കളെ പഠിപ്പിക്കാറുണ്ടോ? അതിനോട് നേരം സീരിയൽ കാണാനും മൊബൈൽ ചുരണ്ടാനുള്ള സമയമുള്ളോ? എന്നാൽ രാവിലെ മുതൽ അന്ത്യോളം ഞാൻ ചുരണ്ടി നോക്കി, ഒരു ഗുണവും ഉണ്ടായില്ല. അവസാനം തലവേദന വന്നു, കണ്ണും കാണാണ്ടായി. എനിക്കൊരു ഗുണം കിട്ടിയില്ല, കണ്ണിൻ്റെ കാഴ്ച പോയി എന്നല്ലാതെ. ഞാൻ ഭയങ്കര ജിജ്ഞാസയോട് എന്തെങ്കിലും ഇതിൻ്റെ അകത്ത് പഠിക്കാനുണ്ടാവുമോ എന്ന് വെച്ചിട്ട് ഇങ്ങനെ ചുരണ്ടിക്കൊണ്ടേയിരുന്നു. ചുരണ്ടി എൻ്റെ സമയം പോയി. അവസാനം എഴുതി കാണിച്ചു, നിങ്ങളുടെ പൈസ തീർന്നു കേട്ടോ. പിന്നെ ഫോൺ വർക്ക് ചെയ്യാതെ എൻ്റെ കണ്ണും പോയി, സമയം പോയി, പൈസയും പോയി. കിം ഫലം? എന്താ ഫലം ഉണ്ടായത്? ഒരു ഫലം ഉണ്ടായില്ല. പൈസ തീർന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു തൃപ്തി വരില്ലേ? പൈസയൊക്കെ തീർന്നു കിട്ടുമ്പോൾ നമുക്കൊരു സംതൃപ്തി കിട്ടാറുണ്ട് അല്ലേ? കഴിഞ്ഞ ദിവസേ ഏറ്റുമാനൂർ അമ്പലത്തിൽ ഞാനിങ്ങനെ തൊഴുത് നിൽക്കുക, കൊടിമരച്ചോട്ടിൽ തൊഴുതുകൊണ്ടിരിക്കുമ്പോഴേ അവിടെ ഒരു സ്ത്രീ വന്നിട്ട് കുറച്ച് പൈസയും നോട്ടും ഒക്കെ വാരിക്കൊണ്ടുപോയി കൊടിമരത്തിൻ്റെ ചോട്ടിലേക്ക് ഇട്ടു. നോട്ടേ 10 രൂപേൻ്റെയൊക്കെ നോട്ട് കുറേ എടുത്തിട്ട് എവിടെ ഇട്ടു? കൊടിമരത്തിൻ്റെ ചോട്ടിൽ. ഞാൻ പറഞ്ഞു, അല്ല ഈ കൊടിമരച്ചോട്ടിൽ എന്തിനാ ഈ പൈസ ഇടുന്നത്? നിങ്ങൾക്ക് കാണിക്കാൻ വഞ്ചിയില്ലേ? അല്ലെ കമ്മിറ്റി ഓഫീസിൽ പോയിട്ട് റെസീറ്റ് വാങ്ങിക്കേ, അല്ല ആ തിരുമേനിക്ക് കൊടുക്ക്, ഇതെന്തെങ്കിലും ചെയ്യുക. അല്ലാണ്ട് ഈ പൈസ കൊണ്ടുവന്ന് കൊടിമരച്ചോട്ടിൽ ഇട്ടിട്ടുണ്ടാ കാര്യം? അത് മഴയും വെള്ളവും കൊണ്ടിട്ട് നനഞ്ഞ് നശിച്ചുപോലെ. ആ സ്ത്രീ ഉണ്ടല്ലോ, സാക്ഷാൽ ഭദ്രകാളി തോറ്റുപോകും. അവരെന്നെ ഒരു നോട്ടം നോക്കീന്, ഞാൻ ദഹിച്ച ഐസായിട്ട്. ശംഭോ മഹാദേവ, ക്ഷമിക്കണേ, അപരാധം പറഞ്ഞത് ക്ഷമിക്കണേ, ഞാൻ തോറ്റു. അബദ്ധവശാൽ അതൊന്ന് പറഞ്ഞു പോയപ്പോൾ ആ സ്ത്രീ എൻ്റെ മുഖത്തേക്ക് നോക്കി, ഇവനാരടാ പറയാൻ എന്ന് പറഞ്ഞ് കണ്ണും നമ്മുടെ തീപ്പൊരിയൊക്കെ പറഞ്ഞു. ശരണം ദേവി, ക്ഷമിക്കണേ അമ്മേ. ഞാൻ ഉടനെ തൊഴുതു. നമ്മുടെ ഹിന്ദുക്കളുടെ ഒരു അവസ്ഥ, അവർക്ക് അറിവ് പറഞ്ഞു കൊടുത്തൂടാ. ഹിന്ദുക്കൾക്ക് വല്ല അറിവും ആരെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരെ കൊന്നു കൊല വിളിച്ച് കളയും, ദഹിപ്പിച്ച് കളയും. അതിന് പകരം നന്നായി, ആ പൊട്ടത്തരമൊക്കെ ചെയ്യുന്നത് നന്നായി എന്ന് പറഞ്ഞാലോ, നിങ്ങൾ ആരാ? തന്ത്രിയാ? ഓ ബഹുകേമനാ. പൊട്ടത്തരം പറഞ്ഞു കൊടുക്കുന്നവരൊക്കെ തന്ത്രിമാര്, ബഹുകേമന്മാരാ. സത്യം പറഞ്ഞു കൊടുത്ത തന്ത്രിമാര് കൊള്ളരുതാത്തവന്മാർ. ഇവൻ എവിടെ നിന്ന് വന്നിരിക്കുന്നു? ഞാൻ കൊടിമരച്ചോട്ടിലേക്ക് പണം കൊടുക്കുന്നു, നീക്കെന്താ കാര്യം എന്ന ഭാവത്തിൽ ആ സ്ത്രീ എന്നെ ദഹിപ്പിച്ചു കളഞ്ഞു. സത്യം പറഞ്ഞ ഭഗവാന്റെ കാര്യം കൊണ്ട് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത്, അല്ലെ ഞാൻ അവിടെ തന്നെ തീരേണ്ടതായിരുന്നു. അവർക്ക് വല്ല തപോബലം ഉണ്ടായിരുന്നെങ്കിൽ അവരെന്നെ കണ്ണുകൊണ്ട് നോക്കി ദഹിപ്പിച്ച് കളഞ്ഞിട്ടുണ്ടാവും. അത്രയ്ക്ക് രൂക്ഷമാണ് നമ്മുടെ അറിവില്ലായ്മ. ആ നോട്ടത്തിൽ എന്താണ് ശരിക്കും വന്നത്? അറിവാണോ അറിവില്ലായ്മയാണോ എൻ്റെ മുഖത്തേക്ക് വിക്ഷേപിച്ചത്? ശുദ്ധ അറിവില്ലായ്മയുടെ അഹങ്കാരം, അന്ധകാരത്തിൽ ജ്വലിച്ചു വരുന്ന അഹങ്കാരം. അതാണ് എൻ്റെ മുഖത്തേക്ക് ആ നോട്ടത്തിൽ നിന്ന് പഠിക്കാനുള്ള പാഠം. ഒരാൾ ഒരു കാര്യം ഉപദേശിക്കുമ്പോൾ, പറയുമ്പോൾ അത് വിനയമായി കേൾക്കുന്നതിന് പകരം, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇടാൻ പാടില്ലെന്ന് അങ്ങ് പറഞ്ഞത് എന്ന് ചോദിക്കുന്നതിന് പകരം കൊന്നു കൊലവിളിക്കുന്ന സ്വഭാവം നമ്മളൊരിക്കലും ഗതി പിടിക്കാതെ പോകുന്നതിന് കാരണം അതാണ്. ശ്രീനാരായണ ഗുരുദേവനെ പോലത്തെ ആയിരക്കണക്കിന് ഗുരുദേവന്മാർ ജനിച്ചാലും നമ്മൾ ഗതി പിടിക്കില്ല. കാരണം നമ്മുടെ സ്വഭാവം ശരിയല്ല. നമ്മുടെ സ്വഭാവത്തിൽ നിന്നൊരു മാറ്റം വരാനുണ്ട്. ആ മാറ്റം വരാൻ ഇതുപോലെ 28-29 സപ്താഹം നടത്തിയാലും നമ്മൾ മാറുമെന്ന് അറിയില്ല. പക്ഷെ എന്നാലും ഒരു പരിശ്രമം നടത്തുക. ഈ പണ്ട് ആചാര്യന്മാർ പറയും,
ഈ എത്ര ഇരുമ്പായാലും ചെമ്പായാലും ഏത് ലോഹായാലും പൊട്ടാത്തതായാലും ഒരു 100 പ്രാവശ്യം അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കൽ ഒരു പൊട്ടും. 100-ാമത്തെ അടിയോ 1000-ാമത്തെ അടിയോ ആയിരിക്കും ചിലപ്പോൾ പൊട്ടാൻ കാരണം, അല്ലേ? ഏതെങ്കിലും ഒരു അടി കൊള്ളും, അപ്പോൾ പൊട്ടും എന്ന പ്രതീക്ഷയോടുകൂടിയാണ് 29-ാമത്തെ സപ്താഹം നമ്മളിവിടെ തുടങ്ങിയിരിക്കുന്നത്. ശരി, അപ്പോൾ ഇനി നമ്മൾ ഈശ്വരനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. ഇനി ഇത് തെറ്റിപ്പറയാൻ പാടില്ല. ആര് ചോദിച്ചാലും കറക്റ്റ് ആൻസർ. ഈശ്വരൻ സനാതനധർമ്മത്തിൽ, ഹൈന്ദവധർമ്മത്തിൽ ഈശ്വരൻ ഒന്നേ ഉള്ളൂ. ഏകം സദ്വിപ്രാഹ ബഹുധാ ഭവന്തി. ഒരേ ഒരു ഈശ്വരൻ, ജ്ഞാനദസ്തി സനാതനം, മറ്റൊന്നല്ല, ഒന്ന് മാത്രമേ ഉള്ളൂ. ഒന്നു താൻ, ഒന്നു താനേ ദൈവം തമ്പി, ഒന്നു താൻ, ഒന്നു താനേ. ഒന്ന് മാത്രമേ ഉള്ളൂ ഈശ്വരൻ. പക്ഷേ ആ ഈശ്വരൻ പലതായി പരിണമിച്ചിരിക്കുന്നു. എനിക്ക് വളയുടെ ആവശ്യത്തിന് വേണ്ടി കമ്മലുണ്ടാക്കി തന്നാൽ മതിയോ? മൂക്കുത്തി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞാനിടുവോ? എനിക്ക് വള തന്നെ വേണം. അപ്പോൾ വളയുടെ ആവശ്യക്കാരൻ എന്തുണ്ടാക്കി? ആ സ്വർണം കൊണ്ട് വളയുണ്ടാക്കി. കാറ്റള വേണ്ടുന്ന ഒരാൾക്ക്, ഇപ്പം പെണ്ണുങ്ങളൊക്കെ ഒരു കാലിൽ തലയിടുന്നൊരു സുക്കേട് വന്നിട്ടുണ്ട്. ഇപ്പം ഒരു സുക്കേടാണ്. ഈ നാട്ടിലില്ലാത്ത സുക്കേടൊക്കെ വിദേശത്തു നിന്നൊക്കെ ഇറക്കുമതി ചെയ്യുന്നതാണ് ഇപ്പോൾ ഒരു ഫാഷൻ. അപ്പോൾ അവരൊക്കെയാണ് മാന്യന്മാരെന്നാണ് പറയണത്. ശരി, ഇരിക്കട്ടെ. അവരെ ഗുരുസ്ഥാനത്ത് നമ്മൾ പോയി നമസ്കരിക്കണം. അവരൊക്കെ ഒറ്റത്തള ഇടുന്ന ആൾക്കാരൊക്കെ നൂല് കെട്ടുക ഒറ്റക്കാലിന്. ആര് പഠിപ്പിച്ച ശാസ്ത്രമാണെന്ന് എനിക്കറിയില്ല. കണ്ട് സഹിക്കുക, കണ്ണ് മൂടുക. അങ്ങനെ പലതും ഉണ്ടാവും അപ്പുറം ഇപ്പുറം. നോക്കരുത്. പണ്ട് ശബരിമലയ്ക്ക് പോകുന്ന ആൾക്കാരോട് പറയും, ശബരിമലയ്ക്ക് പോകുമ്പോൾ ഒരാൾ തൂറാനിരുന്നിട്ടുണ്ടാവും, മൂത്രയിക്കാനിരുന്നിട്ടുണ്ടാവും, ചിലപ്പോൾ വഴിയിലൊക്കെ ശവങ്ങളുണ്ടാവും, പാമ്പുണ്ടാവും, പഴുതാര ഉണ്ടാവും. അതൊന്നും നോക്കരുത്, കണ്ടതായി ഭാവിക്കരുത്. അങ്ങ് നടന്നു പോയിക്കോ. ഭഗവാൻ ശരണം, സ്വാമിയേ ശരണയ്യപ്പ, അങ്ങ് വിളിച്ചു പോയിക്കൊള്ളണം എന്ന് പറയുന്നത് പോലെയാണ് ഇപ്പം നമ്മുടെ ജീവിതം. അപ്പുറം ഇപ്പുറം നോയിക്കൂടാ, അയൽപക്കത്ത് നോയിക്കൂടാ, നേരെ നോയിക്കൂടാ, മുന്നോട്ട് നോയിക്കൂടാ, പിന്നോട്ട് നോയിക്കൂടാ. ആരെക്കുറിച്ചും ഒന്നും പറഞ്ഞുകൂടാ, ആരെക്കുറിച്ചും ആരെയും നോക്കിയും കൂടാ. അബദ്ധായി ഒന്ന് നോക്കിപ്പോയാൽ കഴിഞ്ഞു, പിന്നെ പെട്ടു. കേസും പ്രശ്നങ്ങളും ചീത്തവിളിയും. എന്താ അവനെ നോക്കിയത് തുടങ്ങും, ഇങ്ങനെ പലതും. അങ്ങനെ ഒരു കലികാലത്തിൻ്റെ സ്വഭാവമാണതേ. അതുകൊണ്ട് സാവിശരണം നേരെ പോയാൽ മതി എന്ന്. അപ്പോൾ നമുക്ക് നോക്കാം, ഈ ഒന്നായ ഈശ്വരൻ പലതായി മാറിയത് എങ്ങനെയെന്ന് നമ്മളറിയാം. എന്തുകൊണ്ട് 44 കോടി ഈശ്വരനുണ്ടെന്ന് പറഞ്ഞില്ല? എന്തുകൊണ്ട് 50 കോടി ഈശ്വരനുണ്ടെന്ന് പറഞ്ഞില്ല? എന്തുകൊണ്ട് 20 കോടി ഈശ്വരനുണ്ടെന്ന് പറഞ്ഞില്ല? 30 കോടി ഈശ്വരനെന്നേ പറഞ്ഞുള്ളൂ. എന്താ പറഞ്ഞത്? 30 കോടി ഈശ്വരൻ, ദൈവം. ഈശ്വരനല്ല, ഈശ്വരൻ തന്നെ, പക്ഷെ ഈശ്വരൻ്റെ വകഭേദങ്ങൾ. 30 കോടി ദൈവങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? 30 കോടി ആഭരണങ്ങൾ സ്വർണം കൊണ്ട് ഉണ്ടാക്കിയെന്നർത്ഥം. ക്ലിയറായോ? ശരിയായില്ലേ? തല കയറിയില്ലേ? 30 കോടി രൂപങ്ങളിൽ ഒരേ വസ്തു കൊണ്ട്, ഇപ്പം മണ്ണ് കൊണ്ട് കുടം ഉണ്ടാക്കും, ചട്ടി ഉണ്ടാക്കും, അടപ്പുണ്ടാക്കും, കിണ്ടി ഉണ്ടാക്കും, കലശക്കുടം ഉണ്ടാക്കും. ഇപ്പം മണ്ണ് കൊണ്ട് പലതും ഉണ്ടാക്കുമല്ലേ? ആ ഉണ്ടാക്കിയതൊക്കെ എന്താണ്? മണ്ണാണ്. പക്ഷെ അതിനെ വിളിക്കുന്നത് ചട്ടിയെന്നോ കലമെന്നോ കുടുക്കിയെന്നോ ഒക്കെ വിളിക്കും. അതേപോലെ ഈശ്വരൻ ഒന്നാണ്. ആ ഈശ്വരനെ എന്താക്കി മാറ്റി? നമ്മൾ 30 കോടിയാക്കി മാറ്റി. എന്തുകൊണ്ട് 30 കോടിയാക്കിയത്? എന്തുകൊണ്ട് 40 കോടി ആക്കിയില്ല? എന്തായിരിക്കും കാരണം? ആരെങ്കിലും ഉത്തരം പറഞ്ഞാൽ അവർക്കൊരു സമ്മാനം തരുന്നതാണ്. 29 വർഷം സപ്താഹം കേട്ട ആൾക്കാർ ആരുടെ ധൈര്യത്തിലൊന്ന് പറയാൻ നോക്കട്ടെ.
ആരുമില്ല, ഞാൻ തന്നെ സമ്മാനം വാങ്ങിച്ചല്ലേ? അങ്ങനെയുണ്ടോ? എന്താണ് ഈ 30 മുക്കോടി എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം? ഓങ്കാരമായ പൊരുൾ മൂന്നായി പിരിഞ്ഞു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? എന്താണ്? 3 എന്ന് പറഞ്ഞ ലക്ഷണം കണ്ടാൽ, സംഖ്യ കണ്ടാൽ നമ്മൾ എന്ത് ഗ്രഹിക്കണം, എന്ത് മനസ്സിലാക്കണം? അകാര ഉകാര മകാരോ ബ്രഹ്മ. അകാരവും ഉകാരവും മകാരവുമാകുന്ന ആ അകാരം എന്ന് പറഞ്ഞാൽ എന്താണ്? ഉകാരം എന്ന് പറഞ്ഞാൽ എന്താ? മകാരം എന്ന് പറഞ്ഞാൽ എന്താ? സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. ഗുണത്രയ വിഭാഗശഃ, ഗുണത്രയങ്ങളുടെ അടിസ്ഥാനത്തിൽ. എത്ര ഗുണങ്ങളുടെ അടിസ്ഥാനത്തിൽ? 3 ഗുണങ്ങളുടെ അടിസ്ഥാനത്തിൽ. ഏതാണ് 3 ഗുണം? സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. അപ്പോൾ ഗുണത്രയങ്ങളാണ് ഭഗവാൻ പരിണമിച്ച് മാറിയത്. ഭഗവാൻ എന്തായിട്ടാണ് മാറിയത്? ഈശ്വരൻ, സർവവ്യാപിയായിട്ടുള്ള ഈശ്വരൻ, പേരില്ലാത്തവൻ, പേരുണ്ടാക്കി. എങ്ങനെയുള്ള പേരാ ഉണ്ടാക്കിയത്? 3 പേരാ ഉണ്ടാക്കിയത്. സത്വഗുണം എന്ന പേരും, രജോ ഗുണം എന്ന പേരും, തമോ ഗുണം എന്ന പേരും. 3 ഗുണങ്ങളാണ് ഉണ്ടാക്കി. രാവിലെ വിഷ്ണു സഹസ്രനാമത്തിനെത്തുന്ന, ഗണപതി ഹോമത്തിനെത്തുന്നവരെ നമുക്ക് എന്ത് വിളിക്കാം? സത്വഗുണപ്രധാനികൾ എന്ന് വിളിക്കാം. അതിനുശേഷം കുറച്ച് വൈകി എത്തുന്ന ആൾക്കാരെ എന്ത് വിളിക്കാം? രജോ ഗുണപ്രധാനികൾ എന്ന് വിളിക്കാം. പിന്നെ ഉച്ചയായിട്ടും വരാതെ കിടന്നുറങ്ങുന്നവരെ എന്ത് വിളിക്കാം? തമോ ഗുണപ്രധാനികൾ എന്ന് വിളിക്കാം. അപ്പോൾ ലോകത്ത് 3 തരത്തിലാണ് ലോകമുള്ളത്. സത്വഗുണത്തിൽ എന്നും ജാഗ്രതയോടുകൂടി ഈശ്വരീയമായിട്ടുള്ള കർമ്മം അല്ലെങ്കിൽ അറിവിൻ്റെ കർമ്മം ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നവരെ സത്വഗുണപ്രധാനികൾ എന്ന് വിളിക്കും. അവർ ചിന്തകന്മാരായിരിക്കും, പണ്ഡിതന്മാരായിരിക്കും, അധ്യാപകന്മാരായിരിക്കും, പലതും പൂജ പഠിക്കുന്നവരായിരിക്കും, പൂജ ചെയ്യുന്നവരായിരിക്കും, പുരാണം വായിക്കുന്നവരായിരിക്കും, വായിപ്പിക്കുന്നവരായിരിക്കും. അങ്ങനെയൊക്കെയുള്ള അറിവിൻ്റെ തലത്തിൽ വിഹരിക്കുന്ന, അറിവ് മാത്രമാണ് ഈശ്വരൻ, പ്രജ്ഞാനം ബ്രഹ്മ, അറിവാകുന്ന ഈശ്വരനെ ഞാൻ ഉപാസിക്കുന്നു എന്ന് വിശ്വസിച്ച് ജീവിക്കുന്നവരെ എന്ത് വിളിക്കാം? നമുക്ക് എന്ത് വിളിക്കാം? സത്വഗുണപ്രധാനികൾ എന്ന് വിളിക്കാം. ഒന്ന് പറഞ്ഞേ, നാവ് കൊണ്ടൊന്ന് പറയേ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സത്യം പറ. സത്വഗുണം എന്ത് ഗുണാണ്? ശബ്ദം വരുന്നില്ല. വേണ്ടാത്തനൊക്കെ എന്താവാതെ പഠിക്കാനൊക്കെ ശബ്ദം ഉണ്ടല്ലോ. സത്വഗുണം എന്താ ഗുണം? സത്വഗുണം. പാവം, ശാന്തനായിട്ടിരിക്കുന്ന ആൾ, അവരൊക്കെ സത്വഗുണപ്രധാനികളാണ്. രണ്ടാമത്തെ ഗുണം എന്താണ്? രജോ ഗുണം. കമ്മിറ്റിക്കാർ രജോ ഗുണപ്രധാനികളാണ്. റസീറ്റ് മുറിക്കുക, ജാഗ്രതയോടുകൂടി ഓടി നടക്കുക, കർമ്മങ്ങൾ ചെയ്യുക, കമ്മിറ്റിയിൽ ഉപയോഗിച്ച് കൊടുക്കുക, അവിടെ അടി ബഹളമൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ പോവുക, പോലീസിനെ ഇവിടെ സെക്യൂരിറ്റി അവിടെ അവിടെ വെള്ളം എത്തിയിട്ടില്ല, ഭക്ഷണം ഒരുക്കുക, ഇതിലൊക്കെ വരുമ്പോൾ ഭക്ഷണം വെക്കും, ആ ഭക്ഷണത്തിന് ഇടോ ആ പൈപ്പിൻ്റെ വെള്ളം അവിടെ എടുത്തെത്തിക്കി. ഇതൊക്കെ പറയുന്നവർ ആരാണ്? രജോ ഗുണപ്രധാനികൾ. അവരുടെ പേരെന്താണ്? ഇതിലിരിക്കുന്ന കൂട്ടത്തിൽ കമ്മിറ്റിയിലൊക്കെ പ്രവർത്തിക്കുന്ന അമ്മമാർ എത്ര പേരുണ്ട്? കുറേ ആൾക്കാരുണ്ട്. അവരൊക്കെ എന്ത് ഗുണമുള്ളവരാണ്? രജോ ഗുണപ്രധാനികളാണ്. അവരുടെ ഗുണവിശേഷം എന്താണ്? അവരുടെ ഗുണം എന്താണ്? രജോ ഗുണം. ഒന്ന് പറഞ്ഞേ, രജോ ഗുണം ഒന്ന് പറഞ്ഞേ. എൻ്റെ ചെവിക്ക് കേൾവി കുറവാ ഇപ്പോൾ കുറച്ചായിട്ട്. ഒന്ന് ഉറക്കെ പറയാ. ആ നാവ് കൊണ്ടൊരു നല്ല കാര്യം പറയേ. രജോ ഗുണം. വേണ്ടാത്ത വിഡിത്തങ്ങളൊക്കെ പുലമ്പുന്ന നാവ് കൊണ്ടൊരു നല്ല നല്ല കാര്യം ഒരിക്കലെങ്കിലും പറയണ്ടേ? രജോ ഗുണം. പിന്നെയോ അവസരം കിട്ടുമ്പോൾ കിടന്നുറങ്ങും. പിന്നെ വലിച്ചതും പൊളിച്ചതും മാത്രമേ ഇഷ്ടപ്പെടുള്ളൂ. പിന്നെ ജോലിക്ക് പോകാൻ മടി, പണിയെടുക്കാൻ മടി, വീട്ടിൽ കിടന്നുറങ്ങാം. ഭാര്യ തല്ലി ഓടിക്കണം പണിക്ക് പോകണമെങ്കിൽ. പോയി വന്നാൽ അവസരം കിട്ടുമ്പോൾ കള്ളും കുടിച്ച് കള്ളസാറ്റും കിടക്കും. ഇങ്ങനെയൊക്കെയുള്ള സ്വഭാവം കാണിക്കുന്നവരുടെ ഗുണവിശേഷത്തിൻ്റെ പേരാണ് എന്തോന്ന്?
തമോ ഗുണം. എന്താണ് അവരുടെ ഗുണം? ഗുണപ്രധാനി പ്രസിഡന്റ് അല്ലേ? എന്ത് ഗുണമാണ് അദ്ദേഹത്തിന്? രാജാവാണ് അല്ലേ? രജോ ഗുണപ്രധാനിയാണ്. പിന്നെ തമോ ഗുണപ്രധാനികളുണ്ട്. എന്താണ്? വല്ല മൂലയിലിരിക്കും. എല്ലാവരും കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ കഴിക്കാം എന്നും പറഞ്ഞിട്ടിരിക്കും. അയാൾക്ക് വിശപ്പും ഉണ്ടാവില്ല, ദാഹം ഉണ്ടാവില്ല, ഒന്നുമില്ല. എനിക്ക് എന്നെ കൊണ്ട് ഒരു പണിയെടുക്കാൻ കഴിയില്ല. ഒരു കസേര എടുത്തൊന്ന് മാറ്റിയിടാൻ പറഞ്ഞാൽ എന്നെ കൊണ്ട് കഴിയില്ല. മടിയന്മാരായിട്ടിരിക്കുന്നവരൊക്കെ തമോ ഗുണപ്രധാനികളാണ്. പക്ഷെ അതിലും നല്ലവരുണ്ട് കേട്ടോ. ഇപ്പോൾ തമോ ഗുണത്തിൽ തന്നെ ചില ആൾക്കാർ അവർ പഠിക്കാനൊക്കെ മടിയായിരിക്കും, പക്ഷെ അവർ സേവനം ചെയ്യാൻ ഭയങ്കര മിടുക്കന്മാർ. കസേര ഒരുക്കി വെക്കും, മറ്റേ അതൊക്കെ ചെയ്യും, വെള്ളം എത്തിച്ചു കൊടുക്കും, കൈ കഴുകാൻ വെള്ളം എത്തിച്ചു കൊടുക്കും, വിളമ്പാൻ സഹായിക്കും. പക്ഷെ അവർക്ക് പഠിക്കാനോ കമ്മിറ്റിയിലൊന്നും പ്രവർത്തിക്കാനോ ഒക്കെ താല്പര്യം ഉണ്ടാവില്ല. അവരിങ്ങനെ ഒരു സൈഡിൽ ഒതുങ്ങി നിന്നിട്ടല്ല സേവയൊക്കെ ചെയ്യും. അവരുടെ ഗുണം എന്താണെങ്കിൽ അവരുടെ ഗുണം പിന്നെ തമോ ഗുണം. എന്താണ് ഗുണം? ഒന്ന് പറഞ്ഞേ. തമോ ഗുണം. ഒന്നാമത്തെ ഗുണം എന്താണ്? സത്വഗുണം. രണ്ടാമത്തെ ഗുണം രജോ ഗുണം. മൂന്നാമത്തെ ഗുണം തമോ ഗുണം. സത്വ പറയൂ, ഒന്ന് പറയൂ, ഉറക്കെ പറ. സത്വ. 29 വർഷം സപ്താഹം നടന്നിട്ട് വായ നാവെടുക്കില്ല എന്ന് പറഞ്ഞാൽ സത്വ പറയേ. രജ തമ. സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. 3 ഗുണങ്ങളാണ് പ്രകൃതിയിൽ മൊത്തത്തിലുള്ളത്. അതാരാണ് മാറിയിരിക്കുന്നത് ഈ 3ആയിട്ട്? സാക്ഷാൽ ഈശ്വരൻ തന്നെ. ഓങ്കാരമായ പൊരുൾ 3ആയി പിരിഞ്ഞു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഈശ്വരൻ 3 ഗുണങ്ങളായിട്ടുണ്ട്. അതിൽ നിന്ന് ശൃംഖലയായി ജനിച്ച് പരമ്പരയായിട്ടുണ്ടായതിനെയാണ് 30 മുക്കോടി എന്ന് വിളിക്കുന്നത്. അപ്പം എത്ര ദേവതകൾ ഉണ്ടെന്ന് പറഞ്ഞത്? 30 മുക്കോടി ദേവതകൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? സത്വഗുണത്തിൻ്റെ കോടിക്കണക്കിന്, രജോ ഗുണത്തിൻ്റെ കോടിക്കണക്കിന്, തമോ ഗുണത്തിൻ്റെ കോടിക്കണക്കിന് മനുഷ്യവംശവും ജനങ്ങളും സുഖങ്ങളും സമ്പത്തും വിഷയങ്ങളും ഉണ്ടായി പരിണമിച്ചുകൊണ്ട്. അപ്പോൾ 30 മുക്കോടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? 30 മുക്കോടി ഗുണവിശേഷങ്ങളാണ്. ഇംഗ്ലീഷ് പറഞ്ഞാൽ വേഗം മനസ്സിലാവും അല്ലേ? ക്വാളിറ്റീസ്. മലയാളത്തിൽ പറയുമ്പോൾ തലക്കേറില്ല, ഇംഗ്ലീഷ് പറയുമ്പോൾ വേഗം മനസ്സിലാവും. 30 മുക്കോടി 3 crores and 3 lakh and 3,000 ക്വാളിറ്റീസ് ആർ there. ഗുണവിശേഷങ്ങൾ ഉണ്ടായിരുന്നു, ഉണ്ട്. 30 മുക്കോടി ദൈവങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? ദേവതകൾ എന്ന് പറഞ്ഞാൽ ആരാണ്? ഈ കാണിക്കുന്ന ദൈവങ്ങളൊക്കെ ആരാണ്? ക്വാളിറ്റീസ്, ഗുണവിശേഷങ്ങളാണ്. സത്വഗുണ ദേവതകൾ, രജോ ഗുണ ദേവതകൾ, തമോ ഗുണ ദേവതകൾ. അതിൻ്റെ സത്വത്തിൽ രജസ്, രജസിൽ തമസ്, സത്വത്തിൽ രജസിൽ സത്വം, ഇങ്ങനെയൊക്കെ മിക്സിങ്ങും ഒക്കെ ആയിട്ട് വന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്? ഗുണവിശേഷേണ പ്രകീർത്തിതാഹ. ഗുണവിശേഷങ്ങൾ കൊണ്ട് പ്രകീർത്തിതങ്ങളാണ് മൂർത്തികൾ. അപ്പോൾ മൂർത്തികൾ എന്ന് പറഞ്ഞാൽ ആരാണ്? ഗുണവിശേഷങ്ങളുടെ മൂർത്തിരൂപങ്ങളെയാണ് എന്ത് വിളിക്കുന്നത്? ദേവതകൾ എന്ന് വിളിക്കുന്നത്. ദേവതകൾ ആരാണ്? ആ ഡെഫിനിഷൻ പറയണം. ഗുണവിശേഷങ്ങളുടെ മൂർത്തിരൂപങ്ങളെയാണ് ദേവതകൾ എന്ന് വിളിക്കുന്നത് എന്ന് പറഞ്ഞ്. ഗുണവിശേഷങ്ങളുടെ മൂർത്തിരൂപങ്ങളെയാണ് ദേവതകൾ എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണ് 30 മുക്കോടി ദേവതകൾ എന്ന് പറഞ്ഞാൽ 30 മുക്കോടി ഗുണവിശേഷങ്ങളാണ്. എന്താണ് 30 മുക്കോടി ദേവതകൾ എന്ന് പറഞ്ഞാൽ? 30 മുക്കോടി ഗുണവിശേഷങ്ങളാണ്.